യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് ഒന്ന് വരാം. 1-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് തന്നെ ഒന്ന് വരാം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി ഞാൻ കേബാർ നദീ തീരത്ത് പ്രവാസികളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ സ്വർഗം തുറന്നു. ഞാൻ ദിവ്യ ദർശനങ്ങളെ കണ്ടു. കരങ്ങളെ ഉയർത്തിയിട്ട് ഒരു ഹല്ലേലൂയ. ഞാൻ ഇന്ന് ഈ വാക്യം ഇങ്ങനെ വായിക്കുമ്പോൾ കർത്താവ് എന്നോട് സംസാരിച്ച ഒരു ഭാഗം, ആമേൻ, അതിൻ്റെ 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി. ഈ തീയതിക്കൊന്നും നമുക്ക് പ്രാധാന്യമില്ല, എങ്കിലും ഒരു ചെറിയ പ്രാധാന്യം അതിനകത്തുണ്ട്. അതുകൊണ്ട് ഞാനത് കൂടെ വായിപ്പിച്ച്, ഞാൻ കേബാർ നദീ തീരത്ത് പ്രവാസികളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ എന്ത് കണ്ടു? സ്വർഗം തുറന്നു. എന്ത് തുറന്നു? എല്ലായിടത്തും പറഞ്ഞ സ്വർഗം തുറന്നു. ഒന്നുകൂടെ പറഞ്ഞ സ്വർഗം തുറന്നു. ഇന്ന് തുറന്നാൽ വലിയ അത്ഭുതങ്ങളിലൂടെ നടക്കാൻ പോവുക. ഹല്ലേലൂയ. ബൈബിൾ പറയുന്നു സ്വർഗം തുറന്നു, ആമേൻ, എന്ന വേദപുസ്തകത്തിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. തുറന്നു കഴിഞ്ഞപ്പോൾ അവൻ ചിലത് കണ്ടു. ആമേൻ. അവിടുത്തെ വാതിൽ തുറന്നാൽ ഇന്ന് ചിലത് കാണും. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് ചിലത് കാണണമെന്ന്? ഹല്ലേലൂയ. ആമേൻ. അവിടുത്തെ സാന്നിധ്യം ഇവിടുത്തെ സാന്നിധ്യം പോലല്ല. ഹല്ലേലൂയ. ഈ പ്രപഞ്ചത്തിൽ സൂര്യനുണ്ട്, പക്ഷെ രാത്രി ഇരുട്ട് വരും. ബൈബിൾ പറയുന്നു അവിടുത്തെ വെളിച്ചം എന്ന് പറയുന്നത് ഇരുട്ടേ വരത്തില്ല. ഹല്ലേലൂയ. ശരിയല്ലേ? അവിടുത്തെ വെളിച്ചം അവിടെ രാത്രി ഇല്ല, അതിന് ഇരുട്ടില്ല. അതിൻ്റെ അർത്ഥം ആ ടൈമും പ്രകാശമാണ്. ആമേൻ. അത് അങ്ങനെയാണെങ്കിൽ അവിടുത്തെ തേജസ് നമ്മുടെ കണ്ണുകൾക്ക് കാണുവാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും. അതുകൊണ്ട് ആ സ്വർഗം പറയുന്ന അവിടുത്തെ അവസ്ഥ വ്യത്യസ്തമാണ്. അതുകൊണ്ട് കർത്താവ് ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗം തുറന്നാൽ നിങ്ങൾ കാണുന്ന കാഴ്ച ഇവിടുത്തെ കാഴ്ചയല്ല, അവിടുത്തെ കാഴ്ച കാണാൻ പോവുക. ഹല്ലേലൂയ. ഞാനത് അത് പറയുന്നത് ഞാൻ ഈ യെഹെസ്കേലിൻ്റെ കാര്യം ജസ്റ്റ് ഒന്ന് പറയട്ടെ. ഈ യെഹെസ്കേലിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അധികം സമയം എൻ്റെ മുമ്പിലില്ല, ഇതൊരു വലിയ പ്രസംഗവുമല്ല. 1-2 ഭാഗം കർത്താവ് എനിക്ക് തന്നു. ഞാനത് ജസ്റ്റ് ഒന്ന് കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട് എന്താണ് പ്രസംഗിക്കേണ്ടതെന്ന്. വന്നുകൊണ്ടിരിക്കും പ്രസംഗം. ഹല്ലേലൂയ. അപ്പോൾ യെഹെസ്കേലിനെ കുറിച്ച് ഞാൻ പറയാം. യെഹെസ്കേൽ എന്ന് പറയപ്പെടുന്ന മനുഷ്യൻ ഒരു പുരോഹിതൻ്റെ മകനാണ്. ഞാൻ പലപ്പോഴും അതിനെക്കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. പുരോഹിതൻ്റെ മകനാണ് യെഹെസ്കേൽ. തന്നെ ആരെങ്കിലും വിളിച്ചിട്ട് ചോദിക്കും, എടാ കൊച്ചാ നിനക്ക് വലുതാകുമ്പോൾ എന്നാകണം? പുള്ളി പറയും എനിക്കൊരു പുരോഹിതനാകണം. ആരും പറയാത്തൊരു മറുപടിയാണ് പുള്ളി പറയുന്നത്, എനിക്ക് ആരാകണം? പുരോഹിതനാകണം. പുരോഹിതനാകണമെന്ന ആഗ്രഹിച്ച് ആര് ചോദിച്ചാലും എനിക്ക് പുരോഹിതനാകണം, പുരോഹിതനാകണം, പുരോഹിതനാകണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തൻ്റെ 25-ാമത്തെ വയസ്സിൽ താൻ പിടിക്കപ്പെടാനിടയെത്തുന്നു. പിടിക്കപ്പെടുക എന്ന് പറയുന്നത് ബാബിലോണിനകത്ത് അവിടുത്തെ രാജാവ് വന്ന ഇവരെ ഈ യെരൂശലേമിനെ യുദ്ധം ചെയ്ത് പലതും ചുട്ട് നശിപ്പിച്ചിട്ട് ഒത്തിരി പേരെ ബദ്ധന്മാരായി പിടിച്ചോണ്ടുപോയി. ഒത്തിരി പേര് എന്ത് ചെയ്തു? ബദ്ധന്മാരെ പ്രവാസികളായി പിടിച്ചോണ്ടുപോയി. പ്രവാസികളായി പിടിച്ചോണ്ട് പോവുക എന്ന് പറയുമ്പോൾ ആരെങ്കിലും ഒന്ന് ഇതിനെ വെച്ചിട്ട് നീക്കി വയ്ക്കുമോ? എനിക്ക് കാറ്റ് കിട്ടുന്നില്ല. പ്രവാസികളായി പിടിച്ചോണ്ട് പോവുക എന്ന് പറയുമ്പോൾ ആമേൻ. ഇപ്പം ഈ പ്രവാസി എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്തുവാ? മലയാളികളായ ഒരുപാട് പേര് ഗൾഫിൽ ജോലി ചെയ്യാൻ പോകുന്നു, ഇല്ലേ? ഖത്തറിലുണ്ട്, കുവൈറ്റിലുണ്ട്, ഗൾഫിലുണ്ട്, ദുബായിലുണ്ട്, പലയിടത്തും ഉണ്ട്. ഈ ഓക്കെ താഴെ യെസ് ഓക്കെ. അപ്പം കുവൈറ്റിലുണ്ട്, ഖത്തറിലുണ്ട്, പിന്നെ ഇവിടെ ഉണ്ട്, ദുബായിലുണ്ട്. ഇങ്ങനെ അവിടെ പോയി 2 വർഷം 5 വർഷം 8 വർഷം 10 വർഷമൊക്കെ താമസിച്ച് പണി ചെയ്യുന്നവർക്ക് പറയുന്നൊരു പേരെന്തുവാണ്? പ്രവാസി. കേട്ടിട്ടുണ്ടോ? അതിനെ പ്രവാസി എന്ന് പറയുന്നത്. അപ്പൊ യെരൂശലേമിൽ ഉണ്ടായിരുന്ന ചിലരെ ബാബിലോണിൽ എന്ത് ചെയ്തു? അവിടെ കൊണ്ട് താമസിപ്പിച്ചു. അവർക്ക് പറയുന്ന പേരാണ് പ്രവാസി. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഈ പ്രവാസികളായി 10,000 പേരെ കൊണ്ടുപോയി. ഈ 10,000 പേരെ കൊണ്ടുപോകുന്നതിനിടയിൽ ഒരു യൗവനക്കാരനും പെട്ടു. അദ്ദേഹത്തിന്റെ പേരാണ് എസക്കിയേൽ. ഇംഗ്ലീഷിൽ എസക്കിയേൽ എന്ന് പറയും, മലയാളത്തിൽ യെഹെസ്കേൽ എന്ന് പറയും. രണ്ടും ഒന്ന് തന്നെയാണ്. ഹല്ലേലൂയ. യെഹെസ്കേലിനെ പിടിച്ചുകൊണ്ട് എങ്ങോട്ട് പോയി? പ്രവാസിയായിക്കൊണ്ട് പട്ടണത്തിനകത്ത് പാർപ്പിച്ചു. പക്ഷെ അവന്റെ അകത്തെ ആഗ്രഹം എന്തുവാണ്?
പുരോഹിതനായി മാറണം. ആമേൻ. ഒരു പുരോഹിതനാകണം. പക്ഷേ 25-ാമത്തെ വയസ്സിലാണ് പുള്ളി എങ്ങോട്ട് പോയത്? ഈ ബാബിലോണിനകത്ത് പോയത്. അവിടെ ചെന്നു. പക്ഷെ തൻ്റെ കൂടെ പോയവരെല്ലാം അവിടുള്ള പല പ്രവൃത്തികളുമായിട്ട് ഇഴുകിച്ചേരുമ്പോൾ ഇവനെ കുറിച്ച് ബൈബിൾ പറയുന്നു, ഇവൻ അവരോടൊന്നും ചേരാൻ ഇഷ്ടമില്ല. ഹല്ലേലൂയ. എത്രാമത്തെ വയസ്സിലാണ് അവൻ അങ്ങോട്ട് പോകുന്നത്? ശ്രദ്ധിക്കുക, അത് നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ഭാഗമാണത്. ആമേൻ. 25-ാമത്തെ വയസ്സിലാണ് ബാബിലോണിനകത്തേക്ക് അവൻ പ്രവാസിയായി പിടിക്കപ്പെട്ട് അടയ്ക്കപ്പെടുന്നത്. അടയ്ക്കുക എന്നല്ല, അതിനകത്തങ്ങ് ആയിപ്പോയി. പിന്നെ തിരിച്ച് വീട്ടിൽ പോകുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു എങ്കിലും പോകാൻ ആർക്കും പറ്റിയിട്ടില്ല. അങ്ങനെ കിടക്കുന്ന സന്ദർഭങ്ങളിൽ ബൈബിൾ പറയുന്നു, കേബാർ നദിയുടെ തീരത്ത് പുള്ളി അങ്ങനെ ഇരിക്കുക. ബൈബിൾ ഇങ്ങനെ പറയുന്നു, തുടക്കം പറഞ്ഞത് 30-ാം ആണ്ട് അല്ലേ? ഞാൻ ഈ 30-ാം ആണ്ടിനെ കുറിച്ചൊന്ന് അന്വേഷിച്ചു. ഉൽപ്പത്തി പുസ്തകം മുതൽ തുടങ്ങിയിട്ട് 30-ാം ആണ്ടല്ലത്. ഈ 30-ാം ആണ്ടിനെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ വേദപണ്ഡിതന്മാർ പറഞ്ഞൊരു കാര്യം, ഈ മനുഷ്യന്റെ ആയുസിന്റെ 30-ാം ആണ്ടാണ്. ശ്രദ്ധിക്കുക, അത് കലണ്ടറിലെ 30-ാം ആണ്ടല്ല, പിന്നെ ഇദ്ദേഹത്തിന്റെ ആയുസിന്റെ 30-ാം ആണ്ട്. ഇപ്പൊ നമ്മളിപ്പോ 50 വയസ്സായെങ്കിൽ ഇത് 50-ാം ആണ്ടെന്ന് പറയില്ലേ നമ്മള്? ഇത് 50-ാമത്തെ വർഷമാണ്. കലണ്ടറിന്റെ 50-ാമത്തെ വർഷമാണോ? ഇല്ല, എന്റെ 50-ാമത്തെ വർഷം. എനിക്ക് 50 ആയില്ല, നിങ്ങൾ ചിന്തിക്കരുത്. സോറി, പറയുകയും ചെയ്തു, പോട്ടെ. 50 ആയില്ലെന്ന്. അപ്പോൾ നമ്മൾ പറയുന്ന പോലെ നമുക്ക് ഒരു 30 ഉണ്ടെങ്കിൽ ഇത് 30-ാം ആണ്ട്, 35 ആയെങ്കിൽ 35-ാം ആണ്ട്, ശരിയല്ലേ? ഇതുപോലെ യഗസ്കേൽ പറയുന്നു 30-ാം ആണ്ട് എന്ന് പറഞ്ഞാൽ അവന്റെ ഏജിന്റെ ആയുസിന്റെ 30-ാം ആണ്ടിൽ അവൻ കണ്ട ഒരു കാഴ്ച അവിടെ വെളിപ്പെടുത്തുന്നു. ഒന്ന് ബൈബിളിൽ പറയുന്നു, സ്വർഗം തുറന്നു. ഇനി എത്രാമത്തെ വയസ്സിലാണ് ബാബേലിനോട്ട് പ്രവാസത്തിലായത്? 25-ാം വയസ്സിൽ പ്രവാസിയായി അകത്ത് കിടക്കുന്നു. എത്രാമത്തെ വയസ്സിൽ ബാബിലോണിനകത്ത് അവന് വേണ്ടി സ്വർഗം തുറക്കുന്നു? 30-ാമത്തെ വയസ്സിൽ. നീണ്ട 5 വർഷം ദൈവസന്നിധിയിൽ കാത്തിരുന്നപ്പോൾ മറ്റാർക്കും തുറക്കാത്തൊരു വാതിൽ അവന് വേണ്ടി തുറക്കപ്പെട്ടു. ഇന്ന് പകലിൽ കൂട്ടുകാര് മാറും, കൂടപ്പിറപ്പ് മാറും, പക്ഷെ കർത്താവിന് വേണ്ടി നീ ഇരിക്കാൻ റെഡിയാണെങ്കിൽ ഈ ശനിയാഴ്ച സ്വർഗം പറയുന്നു, ഏയ് നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കും. അത് ബാബിലോണിന്റെ വാതിലല്ല, യെരൂശലേമിന്റെ വാതിലല്ല, സ്വർഗത്തിന്റെ കവാടം. വാവ്. In the mighty name of Jesus, Rimana Shekeri Anthenia, Ribala Hadara Jelagadaga Rakshas Kaberi Anthenia. In the mighty name of Jesus. Hallelujah, hallelujah, hallelujah. നിനക്ക് വേണ്ടി ഒരു വാതില് കർത്താവ് വച്ചിട്ടുണ്ട്. എത്ര പേർ ഇത് വിശ്വസിക്കുന്നുണ്ട്? 25-ാമത്തെ വയസ്സിൽ അകത്ത് കയറിയതാ. പക്ഷെ പുള്ളിക്ക് കൊട്ടാരത്തിന്റെ വാതിൽ വേണ്ട, നാട്ടുകാരുടെ വാതിൽ വേണ്ട, കുടുംബക്കാരുടെ വാതിലില്ല, വീട്ടുകാർ തനിക്ക് മുമ്പിൽ വാതിലില്ല. പക്ഷെ ഒരു കാര്യം താൻ ഉറപ്പിച്ചു, എനിക്ക് വേണ്ടി ഉന്നതത്തിൽ ഒരു വാതിൽ തുറക്കും. 5 വർഷം വെയിറ്റ് ചെയ്യേണ്ടി വന്നാൽ ഇരിക്കാൻ റെഡിയാണെങ്കിൽ വെളിപ്പാടിൽ പറയുന്ന പോലെ ഇതാ ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അതാർക്കും അടയ്ക്കാൻ കഴിയത്തില്ല. സ്വർഗം തുറക്കുന്ന വാതിൽ മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്തത് വിശ്വസിക്കുന്നവർ ഈ പകൽ പ്രാർത്ഥിച്ച് നിനക്ക് വേണ്ടി സ്വർഗത്തിന്റെ വാതിൽ ഇന്ന് പകൽ തുറക്കട്ടെ. ആരുടെ ദൈവാത്മാവ് ഇന്ന് പകൽ അതിശക്തമായി പറയുന്നു, സ്വർഗത്തിന്റെ വാതിൽ, സ്വർഗത്തിന്റെ വാതിൽ ചിലർക്ക് വേണ്ടി തുറക്കപ്പെടാൻ പോകുകയാ, ചിലർക്ക് വേണ്ടി തുറക്കപ്പെടാൻ പോകുകയാ, ചിലർക്ക് വേണ്ടി തുറക്കപ്പെടാൻ പോകുകയാ. റിബല ഹദര ജലഘടകസെ വൈശസ് പ്രൗഢിബിരിഘടക രക്ഷസ്ക ധേരിബിയാംതന റിബ ലാബ ശഖേറിയാംധേനിയ. ആമേൻ, ഹല്ലേലൂയ. 25-ാം വയസ്സിൽ ചെന്ന് കയറിയതാ. എത്ര വർഷം കാത്തിരുന്നു? 5 വർഷം. 30-ാമത്തെ വയസ്സിൽ അവനൊരു വാതിൽ തുറന്നു. കേബാർ നദിയുടെ തീരത്ത് ബൈബിൾ പറയുന്നു,
അവന്റെ കൂടെ പലരും ഉണ്ടായിരുന്നു. പക്ഷെ അവന്റെ കൂടെ ഇരിക്കുന്നവർ ആരും കണ്ടില്ല, ഇവൻ മാത്രം കണ്ടു. ദൈവാത്മാവ് ഇന്ന് ഇതിനകത്ത് ശക്തിയോട് ചിലതിനോട് പറയുക, വലത്തും ഇടത്തും ഇരിക്കുന്നവരറിയത്തില്ല, പക്ഷെ നീ ചില കാഴ്ചകളെ കാണാൻ പോവുക. വിശ്വസിക്കുന്നവരോട് ദൈവാത്മാവ് ഇന്ന് പകലിൽ പറയുന്നു, മുമ്പിലും പിറകിലും ഇരിക്കുന്നവർ കാണാത്തത്. Come on, come on, come on church. ഇന്ന് പകൽ സ്വർഗം പറയുന്നു, നീ ഒരു ഡോർ നിനക്ക് വേണ്ടി തുറക്കും, ഒരു വാതിൽ നിനക്ക് വേണ്ടി തുറക്കും. ഇത് കാണുന്നവന്റെ അനുഭവം വേറെയാ, ഇത് കാണുന്നവന്റെ സന്തോഷം വേറെയാ, ഇത് കാണുന്നവന്റെ ചിന്താഗതി വേറെയാ. നീ കാണുന്നത് മാനുഷിക ഡോറല്ല, നീ കാണുന്നത് ഉയരത്തിലെ പരിശുദ്ധാത്മാവ് ആരുടെയൊക്കെ പറയുന്നു, നിന്റെ മേൽ നിന്റെ മേൽ നിന്റെ മേൽ ദൈവത്തിന് പ്രസാദം തോന്നാൻ പോവുക. ആമേൻ. 5 വർഷം നീ കിടന്ന ഇടം ദൈവം കാണുന്നു. കഴിഞ്ഞ ആണ്ടുകളിൽ നീ കിടന്ന സ്ഥലം ദൈവം അറിയുന്നു. പക്ഷെ ഇന്ന് പകൽ ബാക്കിയുള്ളവരെല്ലാം ബാബേലിനകത്ത് ചേർന്നപ്പോൾ യെഹെസ്കേൽ ദൈവസന്നിധിയിൽ മാത്രം കാത്തിരുന്നു കൊണ്ട് പറയുന്നു, എനിക്കതിനോട് ചേരാൻ പറ്റത്തില്ല, ഇവിടുള്ള വാതിലുകൾ എനിക്ക് വേണ്ട, എനിക്ക് വേണ്ടി ഒരു വാതിൽ ഉയരത്തിലുണ്ട്. 5 കൊല്ലം കാത്തിരിക്കുമ്പോൾ അവന് വേണ്ടി തുറക്കപ്പെട്ടെങ്കിൽ ഇന്ന് പകൽ കാത്തിരിക്കുന്ന ചിലർക്ക് വേണ്ടി ഉയരത്തിലെ വാതിൽ തുറക്കപ്പെടാൻ പോകുന്നു. അത് തുറക്കപ്പെടാൻ പോകുന്നു. അസാധാരണമായ ദൈവ സാന്നിധ്യത്തെ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് വെളിപ്പെടുത്തട്ടെ. യേശുവിന്റെ നാമത്താൽ ജയം. Amen, amen, amen. ലോകത്തിൽ ഒരുപാട് പ്രലോഭനങ്ങൾ വന്നു കാണും, ഒരുപാട് ജോലികൾ തന്റെ മുമ്പിൽ വന്നു കാണും. ബാബേലിനകത്ത് പല വേലകളും തന്റെ മുമ്പിൽ പലരും പറഞ്ഞു കാണും. പക്ഷെ 5 കൊല്ലം ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് താൻ ഇരുന്നതിന്റെ കാരണം എന്തെന്നറിയാമോ? അവൻ ആർക്കും അടയ്ക്കാൻ കഴിയാത്തൊരു വാതിൽ എനിക്ക് വേണ്ടി തുറക്കാനുണ്ട്. ഇന്ന് ആരോടോ ദൈവാത്മാവ് ഇടപെടുന്നു. മനുഷ്യൻ തുറന്നാൽ മനുഷ്യൻ അടയ്ക്കും, മനുഷ്യൻ തുറന്നാൽ പിശാച് അടയ്ക്കും, ഈ ലോകം തുറന്നാൽ ലോകശക്തി അടയ്ക്കും. എന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയാത്ത ഒരു ഡോർ. Take the power. Feel the receive the fire. ശരീരങ്ങളിൽ വെളിപ്പെടാൻ പോവുക. ഇന്ന് പകലിൽ സ്വർഗത്തിന്റെ ഡോറ് തുറന്നാൽ, ആമേൻ, രാത്രി പ്രഭാതമാകുന്നത് പോലല്ല, അതിനേക്കാൾ തേജസ്സിന്റെ സാന്നിധ്യം നിന്റെ മേൽ വീശിയടിക്കുന്നത് ഇന്ന് പകലിൽ ചിലർക്ക് വെളിപ്പെടാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ ജയം. കാത്തിരുന്നത് 5 കൊല്ലം, കാത്തിരുന്നത് 5 കൊല്ലം. റെഡിയാണോ? കാത്തിരുന്നവരോട് ഞാൻ പറയുക, ഈ ശനിയാഴ്ച എന്തെങ്കിലുമൊക്കെ നടക്കും. കാത്തിരുന്നവരോട് ഞാൻ പറയുക, ചില വിഷൻസ് നിങ്ങളുടെ കൺമുൻപിൽ വെളിപ്പെടാൻ പോവുക. കാരണം സ്വർഗത്തിന്റെ കവാടം തുറന്നാൽ
കാണാൻ ചിലതുണ്ട്. സ്വർഗത്തിന്റെ ഡോറ് തുറന്നാൽ കാണാൻ ചിലതുണ്ട്. കാണാൻ ചിലതുണ്ട്. കാണാൻ ചിലതുണ്ട്. ഇവിടെ കണ്ടതുപോലല്ല, ഇവിടെ അറിഞ്ഞതുപോലല്ല. ഇന്ന് പകലിൽ ദൈവാത്മാവ് അതിശക്തമായി പറയുന്നു, ഇതുവരെ കാണാത്ത ചില കാഴ്ചകൾ നിന്റെ ആത്മദൃഷ്ടിയിൽ നീ കാണും. കാണും, 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 കാണും. ഇന്ന് പകലിൽ ചിലത് നിന്റെ മുമ്പിൽ തെളിയാൻ പോവുക. ഇതുവരെ കാണാത്തത്, ഇതുവരെ കാണാത്തത്. Come on, come on. Yes, Holy Spirit. Labra shadara kamana sherediri. Oh, പരിശുദ്ധാത്മാവ് ശക്തിയോട് ചിലത് നോക്കി പറയുന്നു, ഈ കാത്തിരിപ്പിന്റെ വിരാമം ഇന്ന് പകലിൽ ഉണ്ടാകും. വർഷങ്ങൾ കാത്തിരുന്നതിന്റെ മറുപടി ഇന്ന് പകൽ നീ കാണാൻ പോവുക. ലോകത്തിൽ ഒരുപാട് ഡോറുകൾ തുറന്ന പാടെ അടഞ്ഞു പോയവരും ഇതിനകത്ത് കാണും. ഒരു വ്യക്തി തുറന്നു, മറ്റൊരു വ്യക്തി അടച്ചവർ കാണും. ലോകക്കാരടച്ചത് കാണും, സാത്താൻ കൊട്ടി അടച്ചത് കാണും. പക്ഷെ ഇന്ന് പകൽ ആർക്കും അടയ്ക്കാൻ കഴിയാത്തൊരു വാതിൽ, ആർക്കും അടയ്ക്കാൻ കഴിയാത്തൊരു ഡോറ്, ആർക്കും അടയ്ക്കാൻ കഴിയാത്തൊരു ഡോറ് തന്റെ ഭക്തന്മാർക്ക് വേണ്ടി, തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി സ്വർഗമത് ഈ പകൽ തുറക്കട്ടെ, 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 തുറക്കട്ടെ. ലബ്ര ശാന്തന രക്ഷസ്ക ബേരി യംഥന റീബ ലാബ ലഖബ ശഖരി യംഥനിയ in the mighty power. തുറക്കട്ടെ, തുറക്കട്ടെ, തുറക്കട്ടെ. Oh, in the name of Jesus. Labra shathana rachaska dheribi amtheniya. Hallelujah, hallelujah. സ്വർഗം തുറന്നാൽ എന്ത് സംഭവിക്കും? ഞാൻ ഇതിങ്ങനെ പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ തന്നൊരു ചിന്ത, സ്വർഗം തുറന്നാൽ എന്നാ സംഭവിക്കും? കർത്താവ് എന്നോട് പറഞ്ഞു, സ്വർഗത്തിൽ എന്താ ഉള്ളേ? കർത്താവ് എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ വചനത്തിൽ നിന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഓർമ്മ വന്നു. അതിനകത്ത് പട്ടിണിയില്ല, കണ്ണുനീരില്ല, ദുഃഖമില്ല, വേദനയില്ല, നാളെക്കുറിച്ചുള്ള വിചാരമില്ല. അതിനകത്ത് വിവാഹത്തിന് കൊടുക്കത്തുമില്ല, വിവാഹത്തിന് എടുക്കത്തുമില്ല. അതിനകത്ത് അവൻ വ്യാകുലതകളില്ല. സ്വർഗത്തിന്റെ അകത്ത് ദൈവദൂതന്മാർ തുല്യരാ. ഇത് ഇത്രയും വായിച്ചിട്ടുള്ളവർക്കറിയാം. ഞാൻ എടുക്കുന്നില്ല, വായിക്കുന്നില്ല. അങ്ങനാണെങ്കിൽ അവിടുത്തെ ഡോറ നിനക്ക് വേണ്ടി തുറന്നാൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, അവിടുത്തെ അനുഭവം നിന്നിൽ വെളിപ്പെടാൻ പോവുകയാ. ഓ, അവിടുത്തെ തൃപ്തി, അവിടുത്തെ സംതൃപ്തി, അവിടുത്തെ സന്തോഷം, അവിടുത്തെ ബ്ലെസ്സിംഗ്, അവിടുത്തെ അനുഗ്രഹം നിന്നിൽ നിറയും. യെസ്, 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 യെസ്.
അവിടത്തേത് നിങ്ങൾ നിറയും, അവിടത്തേത് നിങ്ങൾ നിറയും. യെസ് 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 യെസ്. നിനക്ക് വേണ്ടി തുറക്കുന്ന ഡോർ എവിടത്തെ ഡോറാ? സ്വർഗത്തിന്റെ ഡോറാ. സ്വർഗത്തിൽ എന്തില്ല? പട്ടിണി ഇല്ലെന്ന്. അവിടെ ദുഃഖമില്ല സിസ്റ്ററെ. അവിടെ കരണ്ട, നമ്മള് ഒന്നിനെ കുറിച്ച് വിചാരപ്പെടേണ്ടെന്ന്. അവിടെ തുറക്കുന്നെങ്കിൽ നിന്റെ ലൈഫ് അവിടത്തെ പോലെയാകാൻ പോവുക. നിന്റെ ജീവിതത്തിൽ ഒരു സ്വർഗത്തിന്റെ തുല്യത നിനക്ക് വേണ്ടി സ്വർഗം റിലീസ് ചെയ്യാൻ പോവുക. വിശ്വസിക്കുന്നവൻ വിശ്വസിച്ചോ, ഇന്ന് പകലിൽ സ്വർഗം നിനക്ക് വേണ്ടി അത് റിലീസ് ചെയ്യട്ടെ. Jesus, Jesus, Hallelujah. സ്വർഗം തുറക്കും. 5 കൊല്ലം കാത്തിരുന്നപ്പോ എന്ത് തുറന്നു? സ്വർഗം തുറന്നു. 5 കൊല്ലം കാത്തിരുന്നപ്പോ സ്വർഗം തുറന്നു. നമ്മളൊക്കെ 3 മാസം കാത്തിരുന്നിട്ട് ഇനി ഒരു ദൈവപ്രവൃത്തി ഇല്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്നവരാ. 2 കൊല്ലം പ്രാർത്ഥിച്ചിട്ട് ഉപവസിച്ചിട്ട് ഇനി ഒരു ദൈവപ്രവൃത്തി നടക്കില്ലെന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്നവരാ. 4 കൊല്ലം പ്രാർത്ഥിച്ചിട്ട് ഇനി ഒരു ദൈവപ്രവൃത്തി ഇല്ല എന്ന് പറഞ്ഞ് മടുത്തു പോകുന്നവരാ. 5 കൊല്ലം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് കേബാർ നദി വേണ്ട, എനിക്ക് ബാബേല് വേണ്ട, എനിക്കിതിനകത്തുള്ളതൊന്നും വേണ്ട, എനിക്കുള്ള ഡോറ് വരും. ഇദ്ദേഹത്തിന്റെ കൂടെ ആളുണ്ടെന്ന് ബൈബിൾ പറയുന്നു. പലരും ഉണ്ടോ, ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. പക്ഷെ ഈ സ്വർഗം തുറക്കുന്നത് ഇവൻ മാത്രം കണ്ടു. ഇന്ന് ആത്മാവ് ഞാൻ വിളിച്ചു പറയാം, ഇതിനകത്തിപ്പോ ഒരു 10 150 ഉണ്ടെങ്കിലും ദൈവാത്മാവ് ഞാൻ നിങ്ങളോട് പറയട്ടെ, ആമേൻ, എല്ലാവരും കാണത്തില്ല. കാത്തിരുന്നവൻ, വില കൊടുത്തവൻ, അതിനുവേണ്ടി വെയിറ്റ് ചെയ്തവൻ, ഇന്ന് ഡോറ് ഓപ്പണാകുന്നത് കാണും. Yes, take it to Father. La prashata rakamada. In mighty power. Oh. നിനക്ക് വേണ്ടി തുറക്കുന്നത് കാണാൻ പോവാ. അപ്പുറത്തുള്ള ആള് കാണില്ല, ഇപ്പുറത്തുള്ള ആള് കാണില്ല. പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ കാണും, നീ കാണും, നീ കാണും. സ്വർഗത്തിന്റെ അനുഭവം നിന്നിൽ തുറന്നാൽ നീ രോഗിയല്ല, നീ പ്രശ്നക്കാരിയല്ല. ഇന്ന് നീ അസാധാരണ അനുഭവത്തിലേക്ക് സ്വർഗം നിന്നെ ചേഞ്ച് ചെയ്യാൻ പോവാ. Yes, receive the glory. ചില ശരീരങ്ങളുടെ ഗ്ലോറി വരുന്നു, ഒരു തേജസ് അടിക്കുന്നു. Take it to fire. La prashata rakababa, la bashakeri antenia, libana shakeni, riva shaveri antana, lipiana, vayas kateri bi antana. ചില ശരീരങ്ങളിൽ മഹത്വം അടിക്കുന്നു. പിടിച്ചെടുക്കാൻ കഴിയാത്തൊരു തേജസ്. പൗലോസ് പറഞ്ഞ വാക്ക്, നട്ടുച്ചയെ വെല്ലുന്ന ഒരു വെളിച്ചം ആകാശത്തു നിന്ന് എന്റെ മേൽ മിന്നിയതുപോലെ. വന്നതുപോലെ നീ പോകത്തില്ല. തിരിച്ചിറങ്ങുന്നത് കാത്തിരുന്ന നന്മ പ്രാപിച്ചിട്ട തിരിച്ചിറങ്ങുന്നത് ദൈവത്തിന് പ്രയോജനപ്പെടാനുള്ള ഒരു തേജസ്സായിട്ട് തിരിച്ചിറങ്ങുന്നത്, മഹത്വം കണ്ടവനായി തിരിച്ചിറങ്ങുന്നത്. വിശ്വസിക്കുന്നവന്റെ മേൽ മഹത്വം ഇറങ്ങുന്നു.
ശാന്തൽ ഖമനഗടകലക ദുരവശിയാന്തന. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. നീ തിരിച്ചിറങ്ങുന്നത് ബാക്കി 10,000 പേര് വന്ന പോലല്ല. എസെക്കിയേലേ, നീ ഒരു ഡോറ് കണ്ടിരിക്കുന്നു, നിനക്കൊരു വാതിൽ തുറന്നിരിക്കുന്നു. ആത്മാവിൽ ആരോ അത് കാണുന്നു, ആത്മാവിൽ ആർക്കൊക്കെ അത് തുറക്കുന്നു. യെസ് സിസ്റ്റർ, തുറക്കുന്നു നിനക്ക് വേണ്ടി, തുറക്കുന്നു നിനക്ക് വേണ്ടി. കുടുംബത്തിന് തരാൻ കഴിയാത്തത് ഈ ഡോറിൽ നിന്ന് നിന്റെ മേൽ വരിക. സ്വീകരിച്ചോ, ഞാൻ പിടിച്ചോ. പലർക്കും തരാൻ കഴിയാത്തത് നിന്റെ മേൽ ഈ ഡോറിൽ നിന്ന് റിലീസാവുക, റിലീസാവുക. കവിഞ്ഞൊഴുകുന്ന ഒരു ഗ്ലോറി നിന്നിലേക്ക്. ആള് മാറുന്നു, ആള് മാറുന്നു, ആള് മാറുന്നു, ആള് മാറുന്നു. മോശയുടെ ത്വക്കിൽ വെളിപ്പെട്ടതുപോലെ തേജസ് നിന്റെ സ്കിന്നിൽ വെളിപ്പെടുക. Now take that. തേജസ് അവിടെ നിങ്ങോട്ട് വീശാൻ പോവോ. തേജസ് ഉയരത്തിൽ നിന്ന് ഇറങ്ങാൻ പോവാ. നിനക്ക് വേണ്ടി തുറക്കുന്നത് മാനുഷിക വാതിലല്ല പ്രിയരെ. എന്റെ ഭാഷയിൽ ഒന്നുകൂടെ ഞാൻ പറയാം. വെളിപ്പാടിൽ യേശു പറഞ്ഞത്, ഞാൻ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. ഈ ലോകത്തിലെ ഒരു പാസ്റ്റർക്ക് അടയ്ക്കാൻ പറ്റത്തില്ല, ഈ ലോകത്തിലെ ഒരു അഭിഷിക്തന് അടയ്ക്കാൻ പറ്റത്തില്ല, ഈ ലോകത്തിലെ സാത്താൻ അടയ്ക്കാൻ പറ്റത്തില്ല, ഈ ലോകത്തിലെ വ്യക്തികൾക്ക് അടയ്ക്കാൻ പറ്റത്തില്ല. ഒരു ഇരുട്ടിനും അടയ്ക്കാൻ കഴിയാത്ത ഒരു ഡോറ് വില കൊടുത്തവന് വേണ്ടി സ്വർഗം തുറക്കുന്നു. ജീസസ്, ഹല്ലേലൂയ. തുറക്കും, തുറക്കും, തുറക്കും. ചിലർക്കൊക്കെ വേണ്ടി ഡോർ ഓപ്പൺ ആകും, ഡോറുകൾ ഓപ്പൺ ആകും. ഒറ്റ ഡോർ ഓപ്പൺ ആകുമ്പോ അവിടുത്തെ അനുഭവങ്ങൾ നിന്റെ മേൽ വെളിപ്പെടാൻ പോവുകയാണ്. ചിലരൊക്കെ ചിന്തിക്കും, നമുക്കിത് സാധ്യമാകുമോ, നമുക്കിത് പറ്റുമോ? ഇതൊക്കെ ചുമ്മാ പറയുന്നല്ലേ, ഇത് നമ്മളെ കൊണ്ട് വല്ലതും കാണാൻ പറ്റുമോ? ചോദിക്കുന്ന ആൾക്കാരുണ്ട്, ചോദിക്കുന്ന ആൾക്കാരുണ്ട്. മറുപടി ഞാൻ പറയാം. ദൈവവചനത്തിലുണ്ട് നിങ്ങളിത് കാണുമെന്ന്. വചനത്തിലുണ്ടെങ്കിൽ നമ്മൾ കണ്ടിരിക്കും. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 51-ാമത്തെ വാക്യം ഒരാളൊന്ന് വായിക്കുക. യോഹന്നാൻ സുവിശേഷം
1-ാം അധ്യായത്തിൻ്റെ യെസ്, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നിങ്ങൾ കാണും എന്ന് അവരോട് പറഞ്ഞു. ഒരു ഹല്ലേലൂയ പറ. പണ്ടൊക്കെ സീലേണ്ട കാര്യം കേട്ട് കൈയടിച്ച് വെച്ച് പോകാനല്ല, ഇത് നമ്മൾ കാണാൻ പോവുക. ഇതൊക്കെ സ്കീല് പറഞ്ഞ കഥയല്ല, ഇത് നമ്മുടെ നായകൻ യേശു പറഞ്ഞ കാര്യമാണ്. എന്നാ ഞാൻ ആ വാക്യം ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറയാം. ആമേൻ ആമേൻ, ഇത് അധികം ഭാഗത്തില്ലാത്ത വാക്കാ. ആമേൻ ആമേൻ. വീണ്ടും ജനിക്കാൻ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, വെള്ളത്താലോ ആത്മാവിനാലോ ജനിച്ചില്ലെങ്കിൽ നിങ്ങളാരും ദൈവരാജ്യം കാണുകയില്ല, കയറുകയില്ല. ആമേൻ. ഇതെല്ലായിടും ഇല്ല ഈ ഭാഗം. ആമേൻ ആമേൻ എന്ന് പറഞ്ഞാൽ സത്യത്തെ ഉറപ്പിച്ച് ഒന്നുകൂടെ ഉറപ്പിച്ചു പറയുവാണ്. ഇവിടെ ഇടുന്നുണ്ടോ? ആമേൻ. സത്യത്തെ ഒന്നുകൂടെ ഉറപ്പിച്ചു പറയുന്നു. ആമേൻ. എന്നാ ഈ പറഞ്ഞത്? ഈ 1-ാം അധ്യായം വായിച്ചാൽ നമുക്കറിയാം, അതിനകത്ത് 2 പ്രിയപ്പെട്ടവരുണ്ട്. ഒരു ഇസ്രായേലിനായ ഒരു നഥനയേലുണ്ട്. ഈ നഥനയേലിനെ യേശുവിനെ അറിയാം. നഥനയേലിനെ യേശുവിനെ വലിയ പിടിയൊന്നുമില്ല. ഫിലിപ്പോസ് പറഞ്ഞിട്ട് പുള്ളി മനസ്സിലാക്കി. അത്ര ഒരു ബന്ധമേ ഉള്ളൂ. ഇവർ തമ്മിൽ സംസാരിച്ചിട്ടില്ല. ആരൊക്കെ? യേശുവും നഥനയേലും തമ്മിൽ സംസാരിച്ചിട്ടില്ല. സംസാരിക്കാതിരുന്നപ്പോൾ യേശുവിന് നഥനയേലിനെ നേരത്തെ മനസ്സിലായി, ഇവൻ ആള് നല്ലവനാണ്, പക്ഷെ ഇത്തിരി വിശ്വാസം പോരാ. ഹല്ലേലൂയ. ആള് നല്ലവനാണ്, വചനമൊക്കെ അറിയാം, പക്ഷെ അത്ര വിശ്വാസം പോരാ. അപ്പോ ഈ നഥനയേലിന്റെ അടുക്കൽ യേശു വന്നിട്ട് ഇവരുടെ തമ്മിൽ സംസാരിക്കുവാണ്. അപ്പൊ നഥനയേൽ ചോദിച്ചു, എന്നെ എവിടെ വെച്ച് അറിയുമെന്ന് ചോദിച്ചതിന്, ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുൻപേ നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു പറഞ്ഞു. രണ്ടുപേരുടെ ഒരു സംഭാഷണമാണ്. തുടക്കം മുതൽ വായിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. ഞാൻ പറയുക, ഇന്ന് വരെ ഇവർ പരസ്പരം കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല. പക്ഷെ യേശു പറഞ്ഞു, ഫിലിപ്പോസ് പറഞ്ഞപ്പോഴുമല്ല, അതിനും കുറെ മുന്നേ നീ അത്തിയുടെ കീഴിൽ ഇങ്ങനെ ചുമ്മാതിരുന്ന് സംസാരിച്ചൊരു സമയമുണ്ട്, അപ്പോഴേ ഞാൻ നിന്നെ കണ്ടിരുന്നു. ഹല്ലേലൂയ. ഇപ്പോഴാണ് യേശു അവിടെ എത്തിയത് കേട്ടോ. എങ്ങനെ കണ്ടു? ആത്മാവിൽ കണ്ടു. ആമേൻ. അതിൻ്റെ അർത്ഥം ഇവിടെ, നീ എന്നെ ഇപ്പോഴായിരിക്കും കണ്ടത്, ഞാൻ നിന്നെ ദിവസങ്ങൾക്ക് മുന്നേ കണ്ടു. നീ എന്നെ ഇപ്പോഴായിരിക്കും അറിഞ്ഞത്, ഞാൻ നിന്നെ മണിക്കൂറുകൾക്ക് മുന്നേ അറിഞ്ഞു. ഇതാ ദൈവത്തിൻ്റെ അറിവ്. ദൈവം നമ്മളെക്കുറിച്ച് കാണുന്നതൊക്കെ ഇങ്ങനെ. ഇത്രയും കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളി അത്ഭുതപ്പെട്ടു. അടുത്ത് പറഞ്ഞത്, റബ്ബി, നീ ദൈവപുത്രൻ, ഇസ്രായേലിന്റെ രാജാവോ എന്ന് ഉത്തരം പറഞ്ഞു. ഈ അത്തിയുടെ ചുവട്ടിലിരിക്കുന്ന കാര്യം വേറെ ആരും അറിഞ്ഞിട്ടില്ലായിരുന്നു. യേശു എന്നെ കണ്ടു എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞ മറുപടി, നീ സാക്ഷാൽ ദൈവത്തിന്റെ പുത്രൻ. ഹല്ലേലൂയ. ചില മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളോട് ദൈവം വെളിപ്പെടുത്തിയാൽ നിങ്ങൾക്കും വിശ്വാസമാകുമെന്നത് സത്യമാണ്. പിന്നെ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ ദൈവം വെളിപ്പെടുത്തത്തില്ല. എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ പച്ചയ്ക്ക് തമ്പുരാൻ ഇതുപോലെ പറയത്തില്ല. പറഞ്ഞാൽ ചിലർക്ക് നാണക്കേട് തോന്നും, ചിലരെ ദൈവസന്നിധി വിട്ട് ഓടിപ്പോകും, ചിലരൊക്കെ അവൻ അകന്നു പോകാൻ സാധ്യതയുണ്ട്. ആമേൻ. പക്ഷെ ഇവനോട് പറഞ്ഞു, നീ അന്ന് അത്തിയുടെ ചുവട്ടിൽ ഇരിക്കുമ്പോഴേ ഞാൻ നിന്നെ കണ്ടതാടാ. പുള്ളി തിരിച്ചുള്ള മറുപടി, ജോസഫിന്റെ പുത്രനല്ല, നീ ദൈവപുത്രനാ. നീ ജോസഫിന്റെ മകനല്ല, നീ ദൈവപുത്രൻ. അപ്പൊ യേശു അവനോട് പറയുക, ഞാൻ നിന്റെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് നിന്നോട് പറയുകൊണ്ട് നീ വിശ്വസിക്കുന്നു? എടാ, നീ ഒറ്റയ്ക്കിരിക്കുന്ന സ്ഥലത്തുനിന്ന് ഞാൻ നിന്നെ കണ്ടുപിടിച്ചെന്ന് പറയുമ്പോൾ നീ എന്നെ വിശ്വസിക്കുകയാണോ? അപ്പൊ യേശു കൊടുത്ത അടുത്ത മറുപടിയാണ് 51 വായിച്ചത്, ഇതിനേക്കാൾ വലിയത് നീ കാണും. ഉണ്ടോ?
ഇതിനേക്കാൾ വലിയത്. ഇന്നലെ നീ മറഞ്ഞിരുന്ന സ്ഥലത്തുനിന്ന് നീ ഇരുന്ന അടയാളം സഹിതം പൊക്കിയെടുത്ത് നിന്നെ ഇവിടെ നിർത്തിയതല്ല. യേശു പറഞ്ഞു, ആത്മമണ്ഡലത്തിൽ ഇനി കാണാൻ പോകുന്നത് ഇതിനേക്കാൾ വലുത്. ഇനി ശബ്ദം കേൾക്കുന്നവരിൽ അത് വിശ്വസിക്കാൻ ആളുണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ പറയുന്നു, ഇന്ന് കാണുന്നതിനേക്കാൾ, ഇന്ന് ഇതുവരെ അറിഞ്ഞതിനേക്കാൾ വലുത് നിങ്ങൾ കാണും. അപ്പൊ ചോദിക്കും, അതെന്നാ കാണുന്നേ? ഒരു ചോദ്യമോ? അപ്പൊ ചോദ്യത്തിന്റെ മറുപടി ആ വാക്യത്തിൽ തന്നെ ഇങ്ങനെ കിടക്കുക, എന്ത് കാണും? അപ്പൊ 51 വായിച്ചത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നത് കാണും. ഞാൻ പറഞ്ഞു, ഇതിനകത്തൊരു 10-150 പേര് കാണും. എല്ലാവരും കാണാത്ത കാഴ്ച ചിലർക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്താൻ പോവുക. യെസ്, ഹോളി സ്പിരിറ്റ്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാം, ഇതെന്റെ വാക്കല്ല, യേശു തന്നെ നിങ്ങളോട് പറയുവാണ്, സ്വർഗം തുറന്നിരിക്കുന്നത് കാണും. മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നിങ്ങൾ കാണും. ഇന്നലകളിൽ പഴങ്കഥയായി എവിടേക്ക് ഒതുങ്ങിയ കെട്ടുകഥയായി കിടക്കാനല്ല, 2024 ചിലർക്ക് വേണ്ടി ഈ ഡോറുകൾ ഓപ്പൺ ആകാൻ പോവുകയാ. വിശ്വസിക്കുന്നവരുടെ കണ്ണാൽ ചില ദൈവിക ദർശനങ്ങൾ നിങ്ങൾ കാണും. Holy Spirit, Holy Spirit, Holy Spirit, Holy Spirit. Labra Shantana Rachaska Beri Anthenia Rikaba Baba Shandal Proudi Birigataga Regal Kamanagataga Shaida Proudi Birigatagasi. ചിലർ കാണും. എന്ത് കാണും? ആമേൻ. രോഗസൗഖ്യം, വിടുതലിനേക്കാൾ ഉപരി ഇതുവരെ പലർക്കും കാണാൻ കഴിയാത്ത ചില കാഴ്ചകൾ നിന്റെ കണ്ണിൻ മുമ്പിൽ ദൈവം തുറക്കാൻ പോവുകയാണ്. ഇവിടത്തെ സമ്പത്തോ ഇവിടെ നന്മയോ അല്ല, അതിനേക്കാൾ വലുത് പലരും വെയിറ്റ് ചെയ്തിട്ട് കാണാത്തത് നിനക്ക് തുറക്കാൻ പോവുകയാ. ചില കണ്ണുകളുടെ മുൻപിൽ സ്വർഗം അത് വെളിപ്പെടുത്തും. ജുഡറ ഹദൽ കമന വൈശസ് പ്രൗഢിബിരിയംധന റീബക്ഷമന ഘടക ശന്തൽ കമന ഘടക ലഗതിയംധന റീബക്ഷമന വൈഡ പ്രൗഢിബിരി ഘടകസേ. ആരൊക്കെ നോക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പ്രവചിക്കുന്നു, യെസ്, ഇതുവരെ കാണാത്ത ചിലത് നിന്റെ കണ്ണിന്റെ മുൻപിൽ ഇപ്പോൾ now take it to power. La ba 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 shara dhara 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 bada rika ba 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 shekeri ampinia rivala hadara jalagadaga lagadura ba ba shekeri തുറക്കപ്പെടാൻ പോകുകയാ. ഓറി അംധന രാക്ഷസ് കബേരി അംധന റീവ ക്ഷമന ഘടകസി ജുഡാ റിബാൽ ലഹാസി അംധന റീവ ക്ഷമന ഘടക ഷൈന പ്രൗഢിബിരി ഘടക റഗൽ ഖമന ഘടകസി. സ്വർഗം തുറന്നാൽ യെസ്, നീ ചിലത് കാണും. കാണുക മാത്രമല്ല, എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി നിന്നിലൂടെ വെളിപ്പെടുന്ന ഒരു സീസൺ തുറക്കും. സ്വർഗം തുറന്നാൽ എന്ത് സംഭവിക്കുമെന്ന് പറയുന്ന 1-2 കാര്യങ്ങളുണ്ട്. കഴിയുമെങ്കിൽ ഞാൻ നാളെ പ്രസംഗിക്കാം. അത് സ്വർഗം തുറന്നിരുന്നു. തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ കീഴിലേക്ക് നീ വന്നാൽ പിന്നെ നിന്നിലൂടെ നടക്കുന്നത് വ്യത്യസ്തമായ കാര്യങ്ങളാ. നിന്നിലൂടെ സംഭവിക്കുന്നത് വ്യത്യസ്തമായ കാര്യങ്ങളാ. നിന്നിലൂടെ വെളിപ്പെടുന്നത് വ്യത്യസ്തമായ കാര്യങ്ങളാ. Glory to Jesus.
അത് നാളെ രാവിലത്തെ ശുശ്രൂഷയിൽ പറ്റുവാണെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. കാത്തിരിക്കുന്നവന് ഡോറ് തുറക്കും. ഒരു കാര്യം ഉറപ്പാ, തുറന്നു കഴിഞ്ഞാൽ നീ രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടു 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 രക്ഷപ്പെട്ടു. തുറന്നു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. കാരണം കരുത്തനായ ഒരാൾ ആ ഡോറിനകത്തുണ്ട്. ഒന്നും രണ്ടും ഒന്നുമല്ല, ദൂതന്മാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ദൂതന്മാർ നിന്നെ അസിസ്റ്റ് ചെയ്യാൻ ഒത്തിരി ദൂതന്മാരുള്ളൊരു ഡോറ ഉയരത്തിൽ നിനക്ക് വേണ്ടി തുറക്കുന്നേ. Yes, 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 yes. Shabababa ragalagada baraba shandara diya ragal khamanagadagizi. ഇവിടെ തന്നെ ദണ്ഡിപ്പിച്ച ഒരുപാട് ശക്തികൾ കാണും. പൈശാചിക ആധിപത്യങ്ങൾ കാണും. ദുഷ്ടപിശാചിന്റെ സകല ശക്തികളും ഇവിടെ നിന്ന് ദണ്ഡിപ്പിക്കുമ്പോ, ഇവിടെ പല വാതിലുകളും അടച്ചിടുമ്പോ, ഉയരത്തിലെ ഒറ്റ വാതിൽ തുറന്നാൽ മതി. ഒരു ശത്രു നിന്റെ മുമ്പിൽ നിൽക്കത്തില്ല. ഒരു പിശാചിന് നിന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല. ഒരന്ധകാര സ്പിരിറ്റിനും നിന്നെ തടയാൻ പറ്റത്തില്ല. ഒരാവിചാരങ്ങൾക്കും നിന്നെ തൊടാൻ പറ്റത്തില്ല. കാരണം ഒരു വാതിൽ നിന്റെ മുമ്പിൽ തുറക്കപ്പെട്ടിരിക്കുന്നു. ഒരു വാതിൽ നിന്റെ മുമ്പിൽ തുറക്കപ്പെട്ടിരിക്കുന്നു. ഒരു വാതിൽ നിന്റെ മുമ്പിൽ തുറക്കപ്പെട്ടിരിക്കുന്നു. എഴുന്നേക്കാൻ കഴിയുന്നവരെല്ലാം എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു. ഒരു 5-10 മിനിറ്റ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ മാറ്റുക. ചിലർക്ക് വേണ്ടിയ വാതിൽ ഇന്ന് തുറക്കും. ഹോളി സ്പിരിറ്റ്, ചിലർക്ക് വേണ്ടിയ വാതിൽ ഇന്ന് ഓപ്പൺ ആകും. ഓപ്പൺ ആയി കഴിഞ്ഞാൽ അവിടെ നിന്നോ ചിലത് നിങ്ങളുടെ മേൽ പാസ് ചെയ്യും. പാസ് ചെയ്യും, പാസ് ചെയ്യും. 5 വർഷം എഗസ്കേലിന് പറയാനൊന്നുമില്ലായിരുന്നു സാക്ഷി. എഗസ്കേലിന് പറയാൻ ഒരു സാക്ഷ്യവുമില്ല. അവൻ തുടങ്ങുന്നത് 30-ാം ആണ്ടിൽ. പക്ഷെ ചരിത്രം പറയുന്നു 25-ാം ആണ്ടിൽ അവൻ പ്രവാസിയായതാ. ഇടയ്ക്കുള്ള 5 വർഷം ഒന്നും പറയാനില്ല. ഇന്നലെ വരെയുള്ള നിന്റെ ജീവിതത്തിൽ ഒന്നും പറയാനില്ലാത്ത വർഷങ്ങളാ. പക്ഷെ എപ്പോഴാണോ സ്വർഗം തുറന്നത് അന്ന് മുതൽ അഗസ്കേലിന് അനുഭവങ്ങളെ പറയാനുള്ളൂ. ഞാൻ ആത്മാവിൽ കാണുന്നു, ആ ഡോറ് ചിലർക്ക് വേണ്ടി തുറക്കപ്പെടാൻ പോവുക. ഹെവിയായൊരു പവർ നിങ്ങളുടെ ശിരസിന്മേൽ വരും. നിങ്ങൾക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല, പിടിച്ചിരിക്കാൻ പറ്റത്തില്ല, പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. ഹെവി പവർ, ഹെവി പവർ, ഹെവി പവർ. കാരണം ഇതിവിടുത്തെ ഡോറിൽ നല്ല വരുന്നത്, ഇത് ഉയരത്തിലെ ഡോറിൽ നിന്നും. നിന്റെ തലങ്ങൾ മാറാൻ പോവാ. നിന്റെ അനുഭവങ്ങൾ മാറാൻ പോവാ. അവരുടെ ദൈവാത്മ പറയുന്നു, അവിടത്തെ ഡോറ് തുറന്നാൽ ഇവിടത്തെ അനുഗ്രഹമല്ല വരുന്നത്, അവിടത്തെ അനുഗ്രഹം വരും. ഞാൻ ആത്മാവിൽ കാണുന്നു, സ്പെഷ്യലായി ചിലർക്ക് വേണ്ടി ആ ഡോർ ഓപ്പൺ ആകുന്നു. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. ആരെങ്കിലും 1-2 വാളണ്ടിയേഴ്സ് മാത്രം നിന്നാൽ മതി. ബാക്കിയുള്ളവരൊക്കെ ഡോറ് തുറക്കുന്നൊന്ന് കണ്ടേ, ഡോറ് തുറക്കുന്നൊന്ന് കാണ്. ആ ഡോറിന്റെ പ്രത്യേകത, ഞാൻ തുറന്നാൽ ആരും അടക്കില്ല. ഞാൻ തുറന്നാൽ ആരും അടക്കില്ല. ഞാൻ തുറന്നാൽ ആരും അടക്കില്ല. ഞാൻ തുറന്നാൽ ആരും അടക്കില്ല.
ഞാൻ തുറന്നാൽ ആരും അടക്കില്ല. പരിശുദ്ധൻ പറയുന്നു, ഞാൻ തുറന്നാൽ ഞാൻ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയാത്ത ചില ഡോറുകൾ കാത്തിരുന്നവർക്ക് വേണ്ടി സ്വർഗം ഓപ്പണാക്കുന്നു. തുറക്കട്ടെ, തുറക്കട്ടെ, തുറക്കട്ടെ. ഓ yes, take it, take it, the power. Oh, yes, 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 yes. ഒരു വലിയ തേജസ് നിങ്ങളുടെ മേൽ വെളിപ്പെടുക സിസ്റ്ററെ. യെസ്, നീ ആ ദേശത്തിന്റെ സാക്ഷിയാ. നമുക്ക് ഇന്നു മുതൽ സാക്ഷ്യങ്ങളാ. ലബ ശാന്തന റക്ഷസ് കഥേരിബി യംതേനിയ റിബ ലബ ലബ സിയംതേനിയ. Now you receive the glory, glory. Oh, oh, take it. Porra kaba shekeri yamtenia. Yes, 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 yes. ചില വിടുതലുകൾ സംഭവിക്കുന്നു. Oh, labra shantana rakshas katheribi yamthenia. Yes, 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 yes. നിന്റെ കുടുംബത്തിൽ നിന്ന് ശാപങ്ങളെല്ലാം അഴിഞ്ഞു പോകുന്നു. ശാപങ്ങളെല്ലാം അഴിഞ്ഞു പോകുന്നു. Holy Spirit in mighty power, a deliverance in the പകൽ സംഭവിക്കട്ടെ. ശാപങ്ങളെല്ലാം അഴിഞ്ഞു പോട്ടെ. ശാപങ്ങളെല്ലാം അഴിഞ്ഞു പോട്ടെ. മഹത്വം വെളിപ്പെടുക, മഹത്വം വെളിപ്പെടുക, മഹത്വം വെളിപ്പെടുക. Receive the power, Holy Spirit. Oh, the mighty mind of mighty name of Jesus. ചില കെട്ടുകൾ പൊട്ടുവാ നിന്റെ ഇന്നും. പിടിച്ചോ, പിടിച്ചോ. യേശുവിന്റെ നാമത്തിൽ ഈ മകളെ ദണ്ഡിപ്പിക്കുന്ന സകല ദുരാത്മ സ്പിരിറ്റുകളെയും